ഇന്ന് രാവിലെ ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റത് കേട്ടോ. കാരണം ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അതുകൂടാതെ ഇന്നലെ ശിവരാത്രിയായിരുന്നു. അതെന്താ കാരണമെന്ന് വെച്ചാൽ മീനുകൾ നല്ല പനിയായിരുന്നു രാത്രിയിലൊക്കെ. അപ്പോൾ രാത്രി മുഴുവനും ഞാൻ വെള്ളം നനച്ച് തുടച്ച് ചൂടെല്ലാം മാറ്റി ഒരു വിധത്തിൽ രാവിലെ ഇപ്പോൾ പനി കുറച്ച് വന്നപ്പോഴത്തേക്ക് 8 മണി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ പാസ്സാക്കി എന്നാൽ വിളക്ക് കത്തിച്ചേക്കാമെന്ന് വെച്ചു. വിളക്കും കത്തിച്ച് പ്രാർത്ഥിച്ചേ. എന്നിട്ട് ഞാൻ മീനൂട്ടനെ വിളിച്ചായിരുന്നു. മീനൂട്ടനെ വിളിച്ചപ്പോഴത്തേക്ക് മീനൂട്ടൻ നല്ല ഉറക്കം. കാരണം രാത്രി മുഴുവനും അതിന് ഒട്ടും വയ്യായിരുന്നു. ചുമയും ചൂടുമൊക്കെ കാരണം കൊണ്ട് അത് ശകലം ഉറങ്ങിയില്ലായിരുന്നു. അതും വെളുപ്പിനെ എങ്ങാണ്ടേ ഉറങ്ങി. അപ്പം ഞാൻ ഓർത്തു ശല്യം ചെയ്യണ്ട, എന്നാൽ ഉറങ്ങിക്കോട്ടെ എന്നോർത്തു. ഞാൻ വന്നു, എനിക്ക് ചായ എടുത്തു. മീനൂട്ടിനുള്ള പാലും ഞാൻ എടുത്ത് വെച്ച് അടച്ച് വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനൊരു 2 ദോശ ഉണ്ടാക്കി ഞാൻ കഴിച്ചു. സാമ്പാർ വെച്ചായിരുന്നേ. സാമ്പാർ പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് കാണിച്ചില്ല കേട്ടോ. അത് അതിൻ്റെ അകത്ത് വിട്ടുപോയതാണ്. ഇപ്പോൾ രാവിലെയും ദോശയും സാമ്പാറുമായിരുന്നു. അതും കൂടെ ഞാൻ എളുപ്പം ഞാനതങ്ങ് വെച്ചു. എന്നിട്ട് ഞാൻ കഴിച്ചു. മീനൂട്ടൻ ക്ലാസ്സില്ലാത്തപ്പോൾ ഞങ്ങൾ രണ്ടും ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ട് ഒരു സുഖമില്ല. അതാണ് എൻ്റെ മുഖത്തൊരു വിഷമം. മീനൂട്ടനുണ്ടെങ്കിൽ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ടിരുന്ന് കഴിക്കുമായിരുന്നേ. ക്ലാസ് ഉള്ളപ്പോൾ അങ്ങ് പോകും, ഞാൻ തന്നെ കഴിക്കും. അത് ശീലമായിപ്പോയി. പക്ഷേ വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ആയിരുന്നു കഴിക്കുന്നത്. പക്ഷെ അവളെ വിളിച്ചപ്പോൾ വന്നില്ല, അവൾക്ക് വയ്യ, ഒട്ടും വയ്യ. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് ചൂടോടെ വേറെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ദോശ കഴിച്ചു. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ മീനൂട്ടന് കഞ്ഞി മതിയെന്നാണ് പറഞ്ഞത് കേട്ടോ. 2 ദിവസത്തേക്ക് കഞ്ഞി കൊടുത്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് കഞ്ഞി, പൊടിയരിക്കഞ്ഞി അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അല്ലാത്ത കുത്തരി തന്നെ ഞാൻ അവൾക്ക് കഞ്ഞിയും എനിക്ക് ചോറും ആക്കാമെന്ന് വെച്ച്. അപ്പോൾ കോവയ്ക്ക ഉണ്ടായിരുന്നേ കുറച്ച്. അതിപ്പോൾ അടുത്തൊരു വീട്ടിൽ നിന്ന് കൊണ്ട് തന്ന നല്ല ഫ്രഷ് കോവയ്ക്കായിരുന്നു. അപ്പോൾ ഞാനത് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് അത് ഞാൻ മെഴുക്കുവരട്ടിയും വെച്ചു. റൈസ് കുക്കറിലോട്ട് ഞാൻ കഞ്ഞി ഇറക്കി വെച്ചേ. ഞാൻ അടുപ്പ് കത്തിക്കാറില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ റൈസ് കുക്കറിലാണ് ഇറക്കി വയ്ക്കുക. കാരണം ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ശകലം അരി ഇട്ട് വെച്ചാൽ മതി. അതിനായിട്ട് ഞാൻ അടുപ്പ് കത്തിക്കാറില്ല. അങ്ങനെ അതും അവിടെ ഇരുന്ന് വെന്തോളും. അപ്പോഴത്തേക്ക് ഞാൻ മെഴുക്കുവരട്ടി ഓക്കെ ആക്കി. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും കുറച്ച് കീറിയിട്ടേ എനിക്ക് 2-3 എണ്ണേ ഇട്ടുള്ളൂ. കാരണം ഒരുപാട് എരി വേണ്ടാന്ന് ഓർത്തു. കൊച്ചിനും കൂടെ കഴിക്കേണ്ട എല്ലാം കൊണ്ട് മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോഴത്തേക്ക് മീനൂട്ടൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നമുക്ക് തേങ്ങ അരച്ച ചമ്മന്തി വേണം കഞ്ഞിക്കെന്ന് പറഞ്ഞു. അവൾ തേങ്ങ അരച്ച ചമ്മന്തി കഴിക്കത്തേ ഇല്ല. തേങ്ങാക്കറി ഒന്നും അവൾക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു തേങ്ങ അരച്ച ചമ്മന്തി വേണമെന്ന് പറഞ്ഞേ. അതെന്താ അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ടേസ്റ്റായി വായിക്കാൻ അതൊരു കഴിക്കാൻ ടേസ്റ്റ് തോന്നിക്കാണുമെന്ന് ഓർത്തപ്പോൾ അവളെന്നോട് ഒരു മുളകൊക്കെ ചുട്ടരച്ചിട്ട് ഇങ്ങനെ വെക്കണമെന്ന്, പുളി വെക്കണ്ടെന്നും പറഞ്ഞു. അപ്പം ഞാൻ അതേപോലെ തന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി. ഫ്രിഡ്ജിൽ നിന്നായിരുന്നു തേങ്ങ എടുത്തുകൊണ്ട് അത് കുറച്ച് ഐസായിട്ടിരുന്നു. ഞാൻ എന്നിട്ട് ഇത് തണുക്കാൻ വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കഞ്ഞി കോരി മീനൂട്ടന് വെച്ചിട്ട് ബാക്കി ഞാൻ അടച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറായിട്ടും മീനും കഞ്ഞിയായിട്ട് കഴിച്ചു. മീനൂന് ചമ്മന്തി. അപ്പോൾ കുറച്ച് അച്ചാർ വേണമെന്ന് പറഞ്ഞായിരുന്നേ. ഞാൻ അച്ചാർ കൊടുക്കണ്ടെന്ന് വെച്ചാൽ അവൾ അച്ചാർ വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ചോരയച്ചാർ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചോരയച്ചാറും കൂട്ടി മീനൂട്ടൻ കഞ്ഞി കുടിച്ചു. ഞാൻ മെഴുക്കുവരട്ടിയും ചമ്മന്തിയും അച്ചാറും കൂട്ടി ഞാൻ ചോറ് കൊണ്ടു. അവൾ ക്യാമറയുടെ മുമ്പിൽ വരാതിരിക്കുക കേട്ടോ. ക്യാമറയുടെ മുമ്പിൽ വരാൻ അവൾക്ക് ഭയങ്കര മടിയില്ലയോ. ചോരയച്ചാറിൻ്റെ അകത്ത് ആ എണ്ണയെല്ലാം കൂടെ അടിപ്പോയി. അപ്പം ഞാൻ കുറച്ച് നേരം അതങ്ങ് കുലുക്കി എണ്ണയെല്ലാം കൂടെ മുകളിലാക്കി. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഓർത്ത് രാത്രിയിൽ പനി കാരണം കൊണ്ട് പിന്നെ രാവിലെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് രാവിലെ ആയപ്പോൾ ചൂടൊക്കെ മാറിയായിരുന്നു കേട്ടോ. ചൂട് മാറിയപ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറും ചമ്മന്തിയും മെഴുക്കുവരട്ടി അച്ചാറും കൂട്ടി കഴിക്കാൻ. ചോരയച്ചാർ ഞാൻ ഇട്ടുകൊണ്ടല്ല, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എരിയും പുളിയും എല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നാൽ മറ്റൊരു വീഡിയോയുമായി നാളെ വരുന്നിടം വരെ ടാറ്റാ.